സൃഷ്ടിതൻ ഗൂഢതത്ത്വങ്ങളാരായാൻ നരർ വെമ്പവേ പുഞ്ചിരിക്കൊള്ളുവതാരണസൂരൻ കാക്കട്ടെ നമ്മളെ. സാമുദ്രിക ലക്ഷണമനുസരിച്ച് ശുഭലക്ഷണയുക്തനായ ഒരാൾ ഭാഗ്യഫല ഉപഭോക്താവായിരിക്കുമെന്നുള്ള കാര്യം അനുഭവ പരമ്പര കൊണ്ടു വിശ്വസിക്കത്തക്കതു തന്നെ. എന്നാൽ എത്ര ശുഭലക്ഷണയുക്തനായാലും ഒരാൾക്ക് ആയുസ്സില്ലെങ്കിൽ അയാളുടെ ഭാഗ്യം കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? ശരിയല്ലേ? 20-ാമത്തെ വയസ്സിൽ മരിക്കുന്ന ഒരാൾക്ക് 25-ാമത്തെ വയസ്സിൽ ഇന്ദ്രപദവി ലഭിക്കത്തക്ക ലക്ഷണങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ. അജകളസ്തനം പോലെ ഉപയോഗശൂന്യമായ അയാളുടെ ശുഭഫലങ്ങളുടെ പ്രസ്താവം കൊണ്ട് എന്തു വിശേഷമാണുള്ളത്? ഇതുകൊണ്ടാണ് ആചാര്യൻ നമ്മളോട് പറയുന്നത്, പൂർവമായു പരിച്ഛേദ പശ്ചാല്ലക്ഷണമാതിശേൽ അനായുഷാന്തുമർത്യാനാം ലക്ഷണൈ കിം പ്രയോജനം. ഇതിൽ നിന്നും ആയുർവിഷയകമായ ചിന്തക്കാണു പ്രഥമവും പ്രധാനവുമായ സ്ഥാനം എന്നു സിദ്ധിക്കുന്നുണ്ടല്ലോ ബൃഹജ്ജാതക കർത്താവായ വരാഹമിഹിര ആചാര്യൻ. ശരിയല്ലേ? സമാഷഷ്ടിർദിഗ്ന മനുജകരിണാം പഞ്ചജനിഷ ഹയാനാം ദോത്രീം സൽഗരഗരഭയോ പഞ്ചകകൃതി വിരൂപാസ്വാദ്വായുർ വൃഷമഹിഷയോ ദ്വാദശശുനാം സ്മൃതം ചാഗാദീനാം ദശകസഹിത ഷഡ്ജപരമം. എന്നിങ്ങനെ പ്രാണികളുടെ പരമായുസ്സിനെ നിർണയിച്ചിരിക്കുന്നു. മനുഷ്യർക്കും ആനകൾക്കും 120 സംവത്സരവും 6 ദിവസവും, കുതിരകൾക്ക് 32 സംവത്സരവും, കഴുതകൾ, ഒട്ടകങ്ങൾ ഇവയ്ക്ക് 25 വർഷവും, പശു, കാള, പോത്ത് എന്നീ മൃഗങ്ങൾക്ക് 24 വർഷവും, ശ്വാക്കൾക്ക് 12 വർഷവും, ആട്, പൂച്ച, മുയൽ മുതലായ ജന്തുക്കൾക്ക് 16 വർഷവും പരമായുസ്സാകുന്നുവെന്നാണ് നേരത്തെ ചൊല്ലിയ ശ്ലോകത്തിന്റെ സാരം. മനുഷ്യരുടെ പരമായുസ് 120 സംവത്സരം എന്ന് പറയാതെ ഷഷ്ടിർദ്വിഗ്ന എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് 60ന്റെ ഇരട്ടിയെന്നു പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നും കലിയുഗത്തിന്റെ ആരംഭത്തിലാണ് 120 വർഷം പരമായുസ് ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും കലിയുഗ അവസാനത്തോടുകൂടി 60 ആകുമെന്നും സൂചിപ്പിച്ചിരിക്കയാണെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ അംഗലക്ഷണമനുസരിച്ചുള്ള ആയുസ്സിന്റെ ദൈർഘ്യത്തിനും കുറവു സംഭവിക്കുന്നതാണ് എന്ന് സാരം. നമുക്ക് അംഗലക്ഷണം ആചാര്യന്മാരുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കാം. അംഗലക്ഷണം കൊണ്ട് ആയുസ് നിർണയിക്കേണ്ട വിധങ്ങൾ: വിസ്തൃതമായ ലലാട ഫലകത്തിൽ മുറിവുകളോ വളവുകളോ കൂടാതെ 5 രേഖ നീളത്തിൽ തെളിഞ്ഞു കണ്ടാൽ അയാൾ 100 സംവത്സരക്കാലം സ്വർഗീയ സുഖത്തോടുകൂടി ജീവിച്ചിരിക്കുമെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ഉയർന്ന നെറ്റിയും മുട്ടുവരെ നീണ്ട കൈകളുമുള്ള ആൾ ദീർഘായുസ് ആയി ഇരിക്കുന്നതാണ്. ഒരാളിന്റെ ചെവി അയാളുടെ കൈയ്ക്ക് 5 വിരലിട നീളവും നീളത്തിന്റെ 3/4 പങ്ക് വീതിയുമുള്ളതായിരുന്നാൽ അയാൾ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതാണ്. കനിഷ്ഠികയുടെ ചെറുവിരൽ ചുവട്ടിൽ നിന്നും പുറപ്പെട്ട ഒരു രേഖ മുറിയാതെ തർജ്ജനിയുടെ ചൂണ്ടുവിരൽ ചുവട്ടിൽ വരെ എത്തിയാൽ അയാൾക്ക് 100 സംവത്സരം ആയുസ്സുണ്ടെന്നു നിശ്ചയിക്കാം. ആ രേഖയുടെ അവസാനം ചുണ്ടുവിരലിന്റെയും നടുവിരലിന്റെയും മധ്യഭാഗത്താണെങ്കിൽ 80 വർഷം വരെ ആയുസ്സുണ്ടായിരിക്കും. നടുവിരലിന്റെ അടിഭാഗം വരെ മാത്രമേ പ്രസ്തുത രേഖ ചെല്ലുന്നുള്ളൂ എങ്കിൽ 60 വയസ്സുവരെ ആയുസ്സുണ്ടായിരിക്കും. അതിൽ കുറവായാൽ ആയുസ്സും ക്രമേണ കുറഞ്ഞിരിക്കുമത്രേ. ഹ്യൂമൻ അനാട്ടമി എക്സ്റ്റീരിയർ എത്രമാത്രം പഠിച്ചിട്ടായിരിക്കും ആചാര്യന്മാർ ഇത്രയും നിരീക്ഷണങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകുക? അത്ഭുതകരം തന്നെ. ചെറുവിരൽ അനാമികയുടെ അണിവിരൽ മുകളിലത്തെ സന്ധിരേഖ യേക്കാൾ നീണ്ടു നിൽക്കുന്നതനുസരിച്ച് ആയുസ്സിനു ദൈർഘ്യവും കുറയുന്നതനുസരിച്ച് ആയുസ്സിന് കുറവും ഉണ്ടായിരിക്കുന്നതാണ്. രേഖയോടു സമമായി നിൽക്കുകയാണെങ്കിൽ 60 വയസ്സുവരെ ജീവിച്ചിരിക്കുന്നതാണ്. മണിബന്ധത്തിൽ നിന്നും നീണ്ട ഒരു രേഖ ഉത്ഭവിച്ച് ഭാഗ്യരേഖ,
കൂടാതെ ചൂണ്ടുവിരലിന്റെ അടിത്തട്ടുവരെ ചെല്ലുന്നു എങ്കിൽ അയാൾ പരിപുഷ്ടമായ ഭാഗ്യത്തോടുകൂടി അനേകനാൾ ജീവിച്ചിരിക്കുന്നതാണ്. ഈ രേഖയിൽ മുറിവ് എവിടെയാണോ ഉണ്ടാകുന്നത് ആ കാലത്ത് അവിചാരിതമായി ആപത്തുകളും ശാരീരികവും മാനസികവുമായ ദുരിതങ്ങളും ഉണ്ടാകുന്നതാണ്. ഭാഗ്യരേഖയുടെ ഉത്ഭവസ്ഥാനത്ത് മണിബന്ധത്തിൽ പ്രസ്തുത രേഖയിൽ നിന്നും 2-3 നേർത്ത രേഖകൾ അധോമുഖമായി കാണുന്നത് ദീർഘായുസ്സിന്റെ ലക്ഷണമാകുന്നു. ഭാഗ്യരേഖ മുറിവുകളൊന്നും കൂടാതെ നടുവിരലിന്റെ ചുവട്ടിലാണ് ചെന്നുചേരുന്നതെങ്കിൽ 80 വർഷം വരെ ജീവിച്ചിരിക്കുന്നതാണ്. ഉള്ളം കൈയിലെ പ്രധാനപ്പെട്ട രേഖകളിൽ തള്ളവിരലിനോട് അടുത്തുനിന്നും പോകുന്ന രേഖയ്ക്ക് ആയുർരേഖ എന്നാണ് പേര്. ഈ രേഖ മുറിവുകളോ മങ്ങലോ തേയ്വോ കൂടാതെ തെളിഞ്ഞു ഭംഗിയുള്ളതും നേർത്തതുമായിരുന്നാൽ ദീർഘായുസ്സായിരിക്കുന്നതാണ്. ഈ രേഖയിലുണ്ടാകുന്ന മുറിവുകൾ ആപൽസൂചകമാകുന്നു. ഒരു ചരടെടുത്ത് വലതുകൈയിലെ 5 വിരലുകളുടെയും കൂടി ആകെ നീളം സൂക്ഷ്മമായി അളന്നെടുക്കുക. അതിനുശേഷം കൈമുട്ടിന്റെ അകവശത്തുനിന്നും അളന്നാൽ ആ നീളം ചെറുവിരലിന്റെ അഗ്രഭാഗം കവിയുന്നുണ്ടെങ്കിൽ 100-ൽ കവിഞ്ഞും ചെറുവിരലിന്റെ അഗ്രഭാഗം വരെയുണ്ടെങ്കിൽ 100-ഉം അതിൽ കുറവാണെങ്കിൽ ക്രമേണ കുറവായും ആയുസ്സുണ്ടായിരിക്കുന്നതാണ്. ഒരു ചരടെടുത്തു തോളെല്ലിന്റെ അഗ്രഭാഗത്തുനിന്ന് നടുവിരലിന്റെ അഗ്രം വരെയുള്ള അകലം അളക്കുക. അതിനുശേഷം ആ നീളം ഇരട്ടിച്ചു നിവർന്നു നിന്നുകൊണ്ട് ഇടതുകാൽ പെരുവിരലിന്റെ അഗ്രം തൊട്ട് മേൽപോട്ട് അളക്കുക. നെറ്റിയിലെ രോമം വരെ എത്തിയാൽ ദീർഘായുസ്സും സമ്പത്തും സൗഖ്യവും ഉണ്ടാകുന്നതാണ്. നീളം കുറയുന്നതനുസരിച്ച് ഫലങ്ങൾക്ക് ന്യൂനത ഏറിവരികയും ചെയ്യും. ഇടം കാലിന്റെ മുട്ടിനു പുറകിൽ വലം ചുഴിയുണ്ടായാൽ 20 വയസ്സുവരെയും വലം കാലിന്റെ മുട്ടിനു പുറകിൽ ഇടം ചുഴിയുണ്ടായാൽ 30 വയസ്സുവരെയും 2 കാലിലുമുണ്ടെങ്കിൽ 25 വയസ്സുവരെയുമേ ആയുർദൈർഘ്യം ഉണ്ടായിരിക്കുകയുള്ളൂവെന്നു ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ആയുർനിരൂപണ വിഷയകരമായി കൂടുതൽ പരിജ്ഞാനം രേഖാശാസ്ത്ര ജ്ഞാനം കൊണ്ടുകൂടി ഉണ്ടാകേണ്ടതാണ്. ഉള്ളം കൈയിലുണ്ടാകുന്ന മറുവുകൾ, വെട്ടുകൾ, ചിഹ്നങ്ങൾ, നിറങ്ങൾ മുതലായവയെ ആസ്പദമാക്കിയും ആയുസ്സ് നിർണയിക്കേണ്ടതാകുന്നു. മനുഷ്യ ജന്മമല്ലേ, ദോഷങ്ങൾ ഉണ്ടാകാം. ദോഷങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞുതന്നു. കൂടെ ദോഷങ്ങളുടെ തീവ്രത ചുരുക്കാൻ പരിഹാരങ്ങളും പറഞ്ഞുതന്നു. അറിവുകൾ പകർന്നു നൽകാൻ സൗകര്യങ്ങളായി. തെറ്റുകൾ തിരിച്ചറിയാനും തിരുത്താനും എളുപ്പമായി. കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും നമ്മൾ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. നന്മകൾ ഉണ്ടാകട്ടെ.